10ാം ക്ലാസ് പാസ്സായോ എങ്കിൽ നിങ്ങൾക്കൊരു കേന്ദ്ര സർക്കാർ ജോലി നേടാൻ ഇതാ ഒരു സുവർണാവസരം. അതും ഒന്നോ രണ്ടോ അല്ല, 28,000-ത്തിലധികം ഒഴിവുകളിലേക്ക്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഇന്ത്യ പോസ്റ്റിന്റെ ഗ്രാമീൺ ഡാക് സേവക് റിക്രൂട്ട്മെന്റിനെക്കുറിച്ചാണ് നമ്മളിന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. അപ്പോ നമുക്കിതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം, അല്ലേ? ആദ്യം തന്നെ ഈ നമ്പർ ഒന്ന് നോക്കിയേ. 28,740. രാജ്യത്തുടനീളം ഇത്രയധികം അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു മെഗാ റിക്രൂട്ട്മെന്റ് ഡ്രൈവാണ്. ഇന്ത്യയുടെ ഏതു കോണിലുള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാം. ഇനി നമ്മുടെ സ്വന്തം കേരളത്തിന്റെ കാര്യമെങ്ങനാ? കേരളത്തിൽ മാത്രമായി 1,691 ഒഴിവുകളുണ്ട്. ഒന്നോർത്തു നോക്കൂ, 1000-ത്തിലധികം അവസരങ്ങൾ. ഇത് തീർച്ചയായും കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഗംഭീര അവസരം തന്നെയാണ്. ഓക്കേ, അപ്പോ ഇത്രയും ഒഴിവുകളുണ്ടെന്ന് മനസ്സിലായി. അടുത്ത ചോദ്യം എന്തായിരിക്കും? ഏതൊക്കെയാണ് പോസ്റ്റുകൾ? പിന്നെ ശമ്പളം എത്ര കിട്ടും, അല്ലേ? എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള കാര്യമാണിത്. വാ, നമുക്കതൊന്ന് നോക്കാം. പ്രധാനമായിട്ടും 3 തരം പോസ്റ്റുകളാണുള്ളത്. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അതായത് BPM, പിന്നെ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അഥവാ ABPM, കൂടെ ഡാക് സേവക്. ശമ്പളത്തിന്റെ കാര്യം പറഞ്ഞാൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്ക് മാസം 12,000 രൂപ മുതൽ 29,380 രൂപ വരെ കിട്ടും. ഇനി അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്കും ഡാക് സേവക്കിനുമാണെങ്കിൽ അത് 10,000 രൂപ മുതൽ 24,470 രൂപ വരെയാണ്. ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്നറിയോ? വെറും 10ാം ക്ലാസ് യോഗ്യത മാത്രം മതി. സ്വന്തം നാട്ടിൽ തന്നെ ഒരു സ്ഥിരം കേന്ദ്ര സർക്കാർ ജോലി, അതും പരീക്ഷയോ ഇന്റർവ്യൂയോ ഒന്നുമില്ലാതെ. ഇത് ശരിക്കും ഒരു ഗംഭീര അവസരം തന്നെയാണ്, മിസ് ചെയ്യാൻ പാടില്ല. ശരി, ഇത്രയൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യം തോന്നിത്തുടങ്ങിയല്ലേ? അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാൻ പറ്റുമോ? എന്തൊക്കെയാണ് വേണ്ട യോഗ്യതകൾ? നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോ റെഡിയല്ലേ? നമുക്ക് യോഗ്യതകൾ ഒന്നൊന്നായിട്ട് ചെക്ക് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിലും സിമ്പിളായിരിക്കും കാര്യങ്ങൾ. ചിലപ്പോൾ ഈ പറഞ്ഞ യോഗ്യതകളെല്ലാം നിങ്ങൾക്ക് ഇപ്പം തന്നെ ഉണ്ടാകും. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തെ കാര്യം, 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഇത് നിർബന്ധമാണ്. അതുപോലെ കണക്കും ഇംഗ്ലീഷും ഒരു വിഷയമായി പഠിച്ചിട്ടുണ്ടാവണം. പിന്നെ നമ്മൾ കേരളത്തിലാണല്ലോ അപേക്ഷിക്കുന്നത്, അപ്പോ മലയാളം അറിഞ്ഞിരിക്കണം. കൂടെ ചെറിയ രീതിയിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയണം. പിന്നെ സൈക്കിൾ ചവിട്ടാനും അറിഞ്ഞിരിക്കണം. ഇത്രയുള്ളൂ. ഇനി പ്രായത്തിന്റെ കാര്യം. പൊതുവായിട്ട് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. എന്നാൽ ചിലർക്ക് വയസ്സിളവുണ്ട്. നിങ്ങൾ SC/ST വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ 5 വർഷം വരെ ഇളവ് കിട്ടും. അതായത് 45 വയസ്സുവരെ അപേക്ഷിക്കാം. ഇനി OBC ആണെങ്കിൽ 3 വർഷത്തെ ഇളവുണ്ട്. ഈ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഒന്നുകൂടി പറയുകയാണ്, ഇതിന് പരീക്ഷയോ ഇന്റർവ്യൂവോ ഇല്ല. പിന്നെ എങ്ങനെയാണ് ആളെ തെരഞ്ഞെടുക്കുന്നത്, അല്ലേ? അത് നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഒരു മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കും, അത്രയുള്ളൂ. അപ്പോ 10ാം ക്ലാസ്സിൽ നല്ല മാർക്കുള്ളവർക്ക് ഇത് ശരിക്കും ഒരു ലോട്ടറിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കെല്ലാം യോഗ്യതയുണ്ടെന്ന് കരുതുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? എങ്ങനെ അപേക്ഷിക്കും? അതും വളരെ സിമ്പിളാണ്. നമുക്ക് ആ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറണം. അവിടെ ഒരു 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാനുണ്ടാവും. അതാദ്യം പൂർത്തിയാക്കുക. അത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുക, ആവശ്യമായ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക. ഏറ്റവും അവസാനം ഫീസ് അടച്ച് സബ്മിറ്റ് ബട്ടൺ അമർത്തുക. കഴിഞ്ഞു. ഇനി ഫീസിന്റെ കാര്യം. ജനറൽ OBC കാറ്റഗറിയിൽ വരുന്ന പുരുഷന്മാർക്ക് 100 രൂപയാണ് ഫീസ്. പക്ഷെ ശ്രദ്ധിക്കുക, SC, ST, ഭിന്നശേഷിക്കാർ, പിന്നെ എല്ലാ സ്ത്രീകൾക്കും ഫീസില്ല. നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപേക്ഷിക്കാം. ഇത് ശരിക്കും നല്ലൊരു കാര്യമാണ്. എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ഒരു ചെറിയ കാര്യം കൂടി പറയാം. ഒരുപാട് പേർക്ക് സംശയം വരാൻ സാധ്യതയുണ്ട്. അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ഫോട്ടോയും ഒപ്പും മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. മറ്റുള്ള സർട്ടിഫിക്കറ്റുകളൊന്നും ഈ സ്റ്റേജിൽ വേണ്ട. അതുകൊണ്ട് അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട. ശരി, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഡേറ്റുകൾ. ഈ തീയതികൾ മറന്നുപോകരുത്. വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ ഒരു റിമൈൻഡർ ഇട്ടോളൂ. നോക്കൂ,
രജിസ്ട്രേഷൻ തുടങ്ങുന്നത് 2026 ജാനുവരി 31-നാണ്. അപേക്ഷിക്കാനുള്ള സമയം ഫെബ്രുവരി 2 മുതൽ ഫെബ്രുവരി 16 വരെയാണ്. അതായത് ഏകദേശം 2 ആഴ്ചയോളം സമയമുണ്ട്. ഇനി അഥവാ അപേക്ഷിച്ചതിൽ എന്തെങ്കിലും തെറ്റുപറ്റിപ്പോയാൽ പേടിക്കേണ്ട. ഫെബ്രുവരി 18-19 തീയതികളിൽ അത് തിരുത്താനും ഒരു അവസരം തരുന്നുണ്ട്. ഒന്നുകൂടി ഞാൻ എടുത്തു പറയുകയാണ്, അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 14 അതുകൊണ്ട് അവസാന നിമിഷത്തേക്ക് കാത്തുനിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. അപ്പോ ഇത്രയും കേട്ടുകഴിഞ്ഞില്ലേ? ഇതൊരു സാധാരണ അവസരമല്ല. ഈ ചാൻസ് മിസ്സാക്കണോ? നിങ്ങൾ റെഡിയാണോ അപ്ലൈ ചെയ്യാൻ? യോഗ്യതയുണ്ടെങ്കിൽ പിന്നെ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. അപേക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ പോകേണ്ട വെബ്സൈറ്റ് ഇതാണ്: indiapost.gdsonline.gov.in. ഒന്നുകൂടി പറയാം, indiapost.gdsonline.gov.in. അപ്പോൾ ഈ അവസരം മാക്സിമം ഉപയോഗിക്കുക. അപേക്ഷിക്കുന്ന എല്ലാവർക്കും എന്റെ എല്ലാവിധ വിജയാശംസകളും.